അതെ, ഇന്ന് കുറച്ച് വൈകിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത്. 6 മണിക്കേ എഴുന്നേറ്റിട്ടുള്ളൂ. 6:30 ആകുമ്പോഴത്തേക്ക് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തട്ടിക്കൂട്ടി ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ചാടണം. എപ്പോഴും ഞാനിങ്ങനെയാണ് ചിന്തിക്കുക കേട്ടോ. കാരണം എല്ലാം കൂടെ ഒരുമിച്ച്, അതായത് നമ്മളിപ്പോൾ അടുക്കളയിൽ കുക്കിംഗ് കൂടുതലായിട്ട് ചെയ്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു മടിയും കാര്യങ്ങളും, അതായത് രാവിലത്തെ ഉഷാർ അങ്ങ് കുറഞ്ഞു കുറഞ്ഞു പോകും. ആ ഉഷാറ് കുറയുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഉദ്ദേശിച്ച മെയിൻ പരിപാടി നോക്കണം. ഇന്ന് ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. തട്ടിക്കൂട്ട് പരിപാടി ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ആദ്യം കാണിച്ച സ്റ്റീൽ കട്ട് ഓട്സ് ഇല്ലേ, അതായത് ഓട്സ് ഇങ്ങനെ കട്ടാക്കി വെച്ചതാണ്. നമ്മുടെ മില്ലറ്റൊക്കെ പോലെയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ വേവിക്കണം. നല്ല വേവുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കാണിക്കുന്നത് മ്യൂസ്ലിയാണ്. ഇത് മുന്നേ നമ്മൾ വാങ്ങിയതാണ്. അതിപ്പോൾ തീരാറായിട്ടുണ്ട്. അതാകുമ്പോൾ പിന്നെ ജസ്റ്റ് പാല് തിളപ്പിച്ച് ആറിയിട്ട് അതങ്ങ് ഇട്ടിട്ട് കുടിച്ചാൽ മതി. പക്ഷേ ഇത് കുറച്ചും കൂടെ ഹെൽത്തി വേർഷനാണെന്ന് കേട്ടതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ഒന്നും വിചാരിച്ചിട്ടല്ല. ഞാനീ പറഞ്ഞതിൻ്റെ തൊട്ട് എൻ്റെ പണി ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഓട്സ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഉച്ചക്കേക്ക് നമ്മുടെ ചെറിയ മണിക്കുഴുക്കട്ടയില്ലേ, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മോൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് മോൾക്ക് സ്കൂളിലേക്ക് ഇതങ്ങ് കൊടുത്തു വിടാം. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഞാൻ അവിലുപ്പുമാവെങ്ങാനോ ഉച്ചയ്ക്കാക്കും. അപ്പോൾ ഇന്നത്തെ ചോറങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പാക്കറ്റ് പൊടി ഉള്ളതുകൊണ്ട് ആ അരിപ്പൊടിയാണ് എടുത്തത്. പത്തിരിപ്പൊടി പുട്ടുപൊടി ഉണ്ട്. പക്ഷേ ഇതിനിപ്പം വേഗം തീരട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എന്താ, തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. പിന്നെ കുഞ്ഞു കുഞ്ഞു ഉണ്ടിയായിട്ട് അതങ്ങ് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. പിന്നെ നമ്മുടെ ഓട്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം, ഡേറ്റ്സും 2 ആപ്പിളും ഇത്തിരി ബദാമും കൂടെ എടുത്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇതും കൂടെ ഇടുമ്പോഴാണ് നമുക്ക് നല്ല വയറങ്ങ് ഫില്ലാവും. ഈ വെറും ഓട്സ് കഴിക്കുമ്പം അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം അതിന് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒരു കാലത്ത് വണ്ണമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഓട്സ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓവർനൈറ്റ് ഓട്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. ഒരു പച്ച ചൊവയില്ലേ ഓട്സിൻ്റെത്, അത് അത്ര അങ്ങ് പിടിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ മാതിരി കുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളത്. ഇതിപ്പം നമ്മുടെ നോർമൽ ഓട്സ് അല്ലല്ലോ, ഇത് നമ്മുടെ ധാന്യങ്ങൾ പോലെ തന്നെയുള്ള സ്റ്റീൽ കട്ട്. ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ഈ സ്റ്റീൽ കട്ട് എന്നുള്ളത് കേൾക്കുന്നത്. പിന്നെ അത് നല്ല ഹെൽത്തി ആണെന്ന് പറഞ്ഞതുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രം. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ട് അത് ഓഫ് ചെയ്തു. അതിൽ ഒരു നുള്ളു മാത്രമേ ഉപ്പിടുന്നുള്ളൂ. കാരണം നമുക്ക് പിന്നെ ഡേറ്റ്സ് ഒക്കെ ഇടുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഉണ്ടാവും. ഇത്തിരി പാലൊഴിക്കുന്നുണ്ട്. നല്ല റിച്ചായിട്ട് വേണമെങ്കിൽ ഒരുപാട് പാലൊഴിക്കാം. പക്ഷേ ഇതിപ്പം അത്രയ്ക്ക് പാല് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഓട്സിൽ തന്നെ ഒരു നല്ലൊരു കൊഴുപ്പ് വരുമല്ലോ. ഇത് തിളക്കുന്തോറും നന്നായിട്ട് കൊഴുത്ത് വരും. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആപ്പിളും ഈത്തപ്പഴമൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വേഗം കഴിയും. ഈ തിളച്ച ഓട്സിലേക്ക് പെട്ടെന്ന് അങ്ങ് ഇടില്ല കേട്ടോ. കാരണം എല്ലാം ആപ്പിളൊക്കെ അങ്ങ് വെന്ത് പോകില്ലേ, അതങ്ങ് തണിയാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനിയിപ്പോൾ കഴിക്കുന്ന സമയത്ത് ആപ്പിൾ കട്ട് ചെയ്തിട്ട് നിറമൊക്കെ മാറിയിട്ടുണ്ട്. അത് സാരമില്ല, നമ്മൾ മാത്രം കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ അങ്ങ് ചെയ്തതാണ്. ഇപ്പോൾ ഗസ്റ്റൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നമ്മൾ സെർവ് ചെയ്യുമ്പോഴല്ലേ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാവർക്കും ഓരോരോ പാർട്ടായിട്ട് ഓരോ ബൗളിലേക്ക് ഇട്ട് വെച്ചു. എന്നിട്ട് നമ്മുടെ ആ ഓട്സ് ഓരോരുത്തർക്കും ആവശ്യത്തിന് അതും കൂടെ അങ്ങ് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് കുടിച്ചു. ചെറിയ ചൂടോടെ, അതായത് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണിഞ്ഞ ആ ഒരു ഓവർനൈറ്റ് ഓട്സ് ഇല്ലേ, അതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ രാവിലെ തന്നെ ചെറിയൊരു ചൂടോടുകൂടി നമ്മുടെ വയറിലേക്ക് എത്തുന്നതാണ്. ചൂട് ചായയൊക്കെ നമ്മൾ രാവിലെ ഒഴിവാക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ വയറും നിറയും, പണിയും കുറയും, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണല്ലോ. പക്ഷേ വീട്ടിലുള്ള എല്ലാവരും ഇതങ്ങ് സെറ്റ് ആവണം. അല്ലാണ്ട് നമ്മളൊരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മൾ കൊടുക്കുന്നവരൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് നമുക്ക് കുറേ റിലാക്സ് ചെയ്യാം, കുറേ നമ്മുടെ പണികളൊക്കെ ചെയ്യാം. എന്നും ചോറും കറിയും ദോശയും ഇഡ്ഡലിയും ഉപ്പുമാവും രാവിലെ ഉണ്ടാക്കുന്നതല്ലേ, ഒരു ചേഞ്ചൊക്കെ നമുക്കും വേണ്ടേ അല്ലേ. ലേറ്റായിട്ട് എഴുന്നേറ്റത് കൊണ്ട് തന്നെ അവിടെയും ഇവിടെയും നിന്നിട്ടോ അല്ലെങ്കിൽ പേപ്പറൊന്നും രാവിലെ തന്നെ നോക്കിയിട്ടൊന്നും സമയം കളഞ്ഞില്ല. പെട്ടെന്ന് ആയ ഓട്സ് നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് കഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കൊഴുക്കട്ട ആവശ്യത്തിന് വെന്തിട്ട് ഉണ്ട്. അത് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒന്നുകിൽ നമ്മുടെ അടിച്ചൂറ്റിയില്ലേ, അതായത് ചോറ് വാർക്കുന്ന ആ ഒരു മരത്തിൻ്റെ പലക, അത് വെച്ചിട്ടങ്ങ് വാർക്കും. അല്ലെങ്കിൽ നമ്മുടെ അരിപ്പ പോലുള്ള ആ ഒരു പാത്രമില്ലേ, അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് ഒഴിവാക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും വെള്ളം അങ്ങ് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ, അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് അത് വറവിലേക്ക് ഇട്ടിട്ട് വറവ് മാത്രം ഇടുന്നതല്ല, അതിലേക്ക് കുറച്ച് വലിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതും പിന്നെ ക്രഷ്ഡ് മുളകും എല്ലാം അങ്ങ് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷമാണ്
ആ മണിക്കൊഴുക്കട്ട ഇതിലേക്ക് ഇടുന്നത്. അപ്പം പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് പറയാൻ മറന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ പൊടികളായിട്ട് ഇത്തിരി ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇനി അതില്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി. ഒരു നുള്ളു മാത്രം, ഒരു പേരിന് മാത്രമേ ഞാനത് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, ഒന്ന് തട്ടിപ്പൊട്ടി വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ കൊഴുക്കട്ട ഇടുന്നതിന് മുന്നേ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി കൊഴുക്കട്ട ഇട്ടിട്ടും നമുക്ക് തേങ്ങ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. ഇതിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചിട്ട് ഇടയ്ക്ക് കട്ടൻ ചായയും കൂടെ കുടിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചൂടോടെ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇന്നിപ്പം രാവിലത്തെ ഉച്ചക്കേക്കത്തുള്ള ഫുഡ് ഇത്രയും സിമ്പിളാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ആർഭാടങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കുന്നൊന്നുമില്ല. ഇപ്പം ഒത്തിരി പാത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ അങ്ങ് കഴുകി വെച്ചു. പെട്ടെന്ന് തന്നെ നമ്മുടെ അലക്കാനുണ്ടായിരുന്നത് കുറച്ച്, അത് മെഷീനിലിട്ടു ഒന്നങ്ങ് അടിച്ച് വാരി, ഓടി അങ്ങ് അടിച്ച് വാരുക എന്നൊക്കെ പറയില്ലേ. അല്ലാതെ സോഫയിലെയും നമ്മുടെ ഷോക്കേസിലുള്ള പൊടിയൊന്നും മുട്ടാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് അടിച്ച് വാരി എന്നിട്ട് വേണം നമ്മുടെ ഇന്നത്തെ മെയിൻ പണിയെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറേ സമയം അങ്ങ് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുക ഒക്കെ നല്ല ടയേർഡാവും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പണി ഇന്ന് തീരില്ല. അപ്പോൾ ഇത് വല്ലപ്പോഴും ചെയ്യുന്ന പണിയായതുകൊണ്ട് അവിടെ കുറച്ച് വർക്കുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുന്നേ ഇതെന്താണെന്നറിയോ, അതങ്ങ് പറയാൻ വിട്ടുപോയി. നമ്മുടെ മുളപ്പിച്ച പയറില്ലേ, അത് അമ്മ മുളപ്പിച്ചിട്ട് എനിക്ക് തന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ അങ്ങ് സെറ്റാക്കി വെക്കുക എന്നുള്ളത്. ഒന്നുമില്ല, ഇത് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് ഒന്നങ്ങ് വേവിക്കുക വെച്ചാൽ കുറേ വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് വേവിക്കുക. എന്നിട്ട് കടിക്കുന്ന പരുവായിരിക്കണേ. എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങയും പിന്നെ പച്ച ഉള്ളിയില്ലേ, അതായത് സവാള വേവണ്ട കേട്ടോ, അത് ഓഫ് ചെയ്തിട്ട് തേങ്ങയും സവാളയും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് അങ്ങ് വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. നിലക്കടല ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടാൽ ഹൈ പ്രോട്ടീൻ ആയിരിക്കും. അപ്പോൾ അതുള്ളത് കൊണ്ട് അതും കൂടെ അങ്ങ് ചെയ്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിച്ചുവാരലും പിന്നെ അലക്കാനിടലും എല്ലാം കഴിഞ്ഞിട്ടാണ് നേരെ പുറത്തേക്ക് വരുന്നത്. കാരണം ഇത് ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ വെയിൽ വന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ല. എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെയാണ്. ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് പണ്ടത്തെ നമ്മുടെ കാർ പോർച്ചില്ലേ, കാർ ഷെഡിൻ്റെ ഷീറ്റാണ്. വീട് പണി നടക്കുമ്പോൾ അത് അഴിച്ചു മാറ്റിയതാണ്. പിന്നെ ഷീറ്റ് ഇട്ടിട്ടില്ല. വീടിൻ്റെ ഒരു വ്യൂ പോകുമെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ വീട് മാറ്റിയപ്പോഴും നമ്മളെ വീടിൽ വലിയ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം കാർ പോർച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു മറയായിരിക്കും. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി മാറ്റി വെച്ചതാണ്. ഇനി എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ കെട്ടാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതാണ് ആ മതിലോട് ചാരി വെച്ചത്. പിന്നെ ഇതാ പുറകിലത്തെ പറമ്പ് നിങ്ങൾ കണ്ടല്ലോ, സൈഡിൽ ഇത്രയേ ഉള്ളൂ മതിലൊക്കെ കെട്ടിവെത്ത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ അടുക്കളയുടെ ഭാഗത്ത് കുറച്ച് ചെറിയ പൂക്കളും ചെടികളൊക്കെ കണ്ടില്ലേ. പിന്നെ ഫ്രണ്ട് വശം, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പുറത്ത് കലേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ വീടാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. അതാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്ന പണി. ആദ്യമൊക്കെ ഇല്ലേ, ഈ വീട്ടിൽ താമസിച്ച ഉടനെ തന്നെ ഭയങ്കര ഒറ്റപ്പെടൽ മാതിരി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വീട് കുറച്ച് ടൗൺ ഏരിയ ആയിരുന്നു. ഇതിങ്ങനെ ഈ വീട്ടിലേക്കായിട്ട് വരണം, കുറച്ച് ഇടവഴിയൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറത്തേക്ക് വലിയ വേറൊരു ലോകവും ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം വീടിൻ്റെ ചുറ്റും വീടിന് ചുറ്റുമുള്ള ആളുകളും എല്ലാം നമ്മുടെ സ്വന്തമായി. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ, ഒരു ദിവസം പോലും മാറി താമസിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല. പിറകിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കലേച്ചിയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ശ്രീചേച്ചിയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ രേഖ, ചന്ദ്രേച്ചി, അങ്ങനെ 2 വീടുകൾ മുന്നിൽ തന്നെയുണ്ട്. പിന്നെ ഒരു സൈഡ് മാത്രമേ, അതായത് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമില്ലേ, അവിടെ മാത്രമാണ് ഒരു വലിയൊരു പറമ്പുള്ളത്, വീടില്ലാത്തത്. ബാക്കി 3 ഭാഗത്തും 4 വീടുകളും വീട്ടുകാരും ഒക്കെ ചുറ്റുവട്ടത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലുപറിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ശ്രീചേച്ചിയായിട്ട് സംസാരിക്കുക കേട്ടോ. കലേച്ചി ജോലിക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ അധികവും രാവിലെ മാത്രമേ കാണൂ. ഈ കഥയും പറഞ്ഞിട്ട് അത് ശ്രീചേച്ചി ഉണ്ടാവും, ചിലപ്പം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ചൂലും കൊണ്ട് നിൽക്കുന്നുണ്ടാവും, ഞാനുണ്ടാവും പുല്ല് പറിക്കുന്നത്. ഞങ്ങളുടെ കഥയും വിശേഷങ്ങളൊക്കെ അധികം ഈ സമയത്ത് തന്നെയാണ്. ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മൂപ്പർക്ക് അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പണി നടക്കുന്നത്, മൂപ്പരുടെ പണി നടക്കുന്നത്. ഇടയ്ക്ക് ശ്രീചേച്ചി പറയും, അമ്പിളി ഇങ്ങനെ നീ മുറ്റം പോലെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കല്ല, ഈ ചപ്പൊക്കെ ഇല്ലേ ഇലകൾ, അതൊക്കെ നല്ലതാണെന്ന് പറയും. അപ്പം ഞാനൊന്നും ചെയ്യില്ല, അതങ്ങനെ തന്നെ ഇടും. പക്ഷേ പിന്നെയും ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ തേക്കിൻ്റെ ഇലയൊക്കെ അങ്ങ് അടിച്ചു വാരും. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ അവിടെ എവിടെയായിട്ട് പുല്ലൊക്കെ പൊടിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ പുല്ലൊക്കെ അങ്ങ് എടുത്ത് കളയുന്നുമുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മണ്ണിന് കുറച്ച് നനവുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് പൊരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കോടാലിയില്ലേ, തൂമ്പ എടുത്തിട്ട്, കോടാലിയാണോ, തൂമ്പ എടുത്തിട്ട്
നമ്മൾ കൈക്കോട്ട് എന്നാണ് പറയുക. അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ എന്താ പറയേണ്ടതെന്ന്. അത് വെച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് അപ്പം ആ പുല്ലൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. പിന്നെ ഒരുപാട് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ 2-3 ചേട്ടന്മാരെ വിളിച്ചിട്ട്, സാധാരണഗതിയിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, ആളുകളെ വിളിച്ചിട്ട്, അതായത് 2 ചേട്ടന്മാരുണ്ട്, അവരെ വിളിച്ചിട്ട് പറമ്പ് മുഴുവൻ കൊത്തിക്കും. പിന്നെ തെങ്ങ് തുറക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് തെങ്ങിന് വളമിടും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ എൻ്റെ വീട്ടിലുണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പം തെങ്ങേ ഇല്ല. വീട് ഞാൻ പറഞ്ഞില്ലേ, റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന 2 തെങ്ങ് പോലും ഒഴിവാക്കി. അതുകൊണ്ട് ഇപ്പം തേങ്ങ പരിപാടികളൊന്നും ഈ പറമ്പിലില്ല. അവിടെയൊന്നും അതുകൊണ്ട് കൊത്തേണ്ട ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി വെക്കുക ചെയ്യാറുള്ളത്. ഇതൊന്നും പറഞ്ഞിപ്പം നിങ്ങളിപ്പം കാണുന്നവർ വിചാരിക്കും, ചേച്ചി ഇതെന്തിനാണ് ഇങ്ങനെ വൃത്തിയാക്കുന്നത്, അല്ലെങ്കിൽ ചേട്ടനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ. ശരിയാണ്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നതെന്നല്ലേ ഉള്ളൂ. പക്ഷേ വീഡിയോ എടുക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഏത് നേരം നോക്കിയാലും ഞാൻ ഈ മുറ്റത്തും കണ്ടത്തിലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. രാവിലെ തുടങ്ങും കേട്ടോ ആ സമയത്തൊക്കെ. ഇപ്പം കുറച്ച് സമയക്കുറവുള്ളത് കൊണ്ട് ഇങ്ങനെ ഇത്രയൊന്നും ഇങ്ങനെ എന്താണ് നമ്മുടെ ഇലകളൊന്നും വീഴാൻ വേണ്ടിയിട്ട് അന്നൊന്നും കാത്തു നിൽക്കില്ല. ഇത്രയൊന്നും അവസ്ഥ അന്നൊന്നും ഉണ്ടാവാറുമില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ഈ വൃത്തിയാക്കുക എന്നുള്ളത്. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും അതൊന്ന് വൃത്തിയാക്കാൻ ഇതിപ്പം എനിക്ക് മാത്രമേ പറ്റൂ, ചേട്ടന് പറ്റില്ലേ, അല്ലെങ്കിൽ ചേച്ചിക്ക് പറ്റില്ലേ, അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് എന്തിനാ വെറുതെ മടി പിടിച്ചിരിക്കുന്നത്. നല്ല ഉഷാറായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ, അതായത് എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ എപ്പോഴും മ്യൂസിയം പോലെ വീട് വെക്കണം എന്നൊന്നുമല്ല, അല്ലെങ്കിൽ വീടിങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നൊന്നുമല്ല. പക്ഷേ വീടിൻ്റെ മുൻവശവും വീടിൻ്റെ പുറകുവശവും എല്ലാം ഒരുപോലെ ആവുക. ചിലരുടെ വീട് കാണാം മുന്നേ നല്ല ഭംഗിയായിരിക്കും, ബാക്കിൽ നോക്കുമ്പോൾ കാണാം അതിൻ്റെ കോലം. പക്ഷേ എൻ്റെ വീടിൻ്റെ പുറക് ഭയങ്കരമാണെന്നൊന്നുമല്ലേ ഞാൻ പറയുന്നത്. കണ്ട ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വൃത്തിയാക്കുക എന്നുള്ളത് അതിപ്പം നമ്മളിപ്പം പെയിൻ്റ് അടിച്ചത് കൊണ്ടുള്ള വൃത്തിയല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാളും ഭംഗിയായിട്ട് വീടിൻ്റെ 4 ഭാഗവും നല്ല മിനുക്കി വെക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എൻ്റെ വീടിൻ്റെ ചുറ്റും ഞാനിങ്ങനെ നീറ്റാക്കുന്നു. അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നെന്ന് മാത്രം. പിന്നെ മടി പിടിച്ച് ഇരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു മടിയുള്ള ദിവസം. ഒന്നിനും കഴിയാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ ഫോണും കുത്തിയിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ടി വിയും കണ്ടിരിക്കുക, അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ സ്ത്രീകളാവുമ്പോൾ നമുക്ക് മൂഡ് ചേഞ്ചൊക്കെ ഉണ്ടാവും, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകും, പീരീഡ്സിൻ്റെ സമയത്ത് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഞാനും ഇങ്ങനെ മടി പിടിച്ചിരിക്കാറുണ്ട്. പക്ഷേ മടി എന്ന് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റാൻ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സമ്മതിക്കരുത്. അങ്ങനെ വന്നോ പിന്നെ നമ്മൾ എന്താ പറയുക, ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരിക്കില്ലേ. എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത് കേട്ടോ. പിന്നെ ഈ സ്ഥലത്ത് നമ്മുടെ ഇലകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണങ്ങിയത് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഇടില്ല, അത് വെറുതെ തീയിട്ടത് ചാരാക്കാറില്ല കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ അത് നല്ല വളമാവുമല്ലോ, നല്ല പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ പിന്നെ ഈ ചട്ടിയിലൊക്കെ നിറക്കുമ്പോൾ ഈ മണ്ണിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് മിക്സ് ചെയ്യും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ ചെറിയൊരു കഷ്ണം പറമ്പൊക്കെ അങ്ങ് വൃത്തിയായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തെ ഭാഗമാണ്. ഇവിടെ ഒന്ന് നന്നായിട്ട് പുല്ലുകളൊക്കെ പൊടിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്നങ്ങ് പറിച്ചെടുക്കണം. ഇവിടെ ഇപ്പം കുറേ വീപ്പുകളില്ലേ, അത് നിങ്ങൾ 2-3 എണ്ണം കാണുന്നുണ്ടാവും. 2 എണ്ണം വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിപ്പോൾ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത യൂസ് ചെയ്യൂ. പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് നിറഞ്ഞിട്ടൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം ഫുഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബാക്കിയൊന്നും അധികം ഉണ്ടാവില്ല, വല്ലപ്പോഴും ഉണ്ടെങ്കിലായി. അപ്പോൾ കുറേ വെച്ചിട്ട് കളയുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ പച്ചക്കറികളുടെ തൊലിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് 2 വീപ്പ് ഇതുവരെ ഒന്നുപോലും നിറഞ്ഞിട്ടില്ല. പിന്നെ അടുത്തത് നടുവിൽ കാണുന്ന, അതായത് ആ ഒരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടില്ലേ, അത് നമ്മൾ തീയിടുന്ന ഒരു ചെറിയൊരു ടിന്നാണ്. അത് ഞാൻ മുന്നേ കാണിച്ചിട്ടെന്ന് തോന്നുന്നു, ആദ്യത്തെ വീഡിയോ എല്ലാം കാണുന്നത്. പിന്നെ പക്ഷേ ഇപ്പോഴില്ലേ മഴ തുടങ്ങിയ സമയത്ത് അതങ്ങ് മൂടി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ വെള്ളം നിറയും. അതുകൊണ്ട് ഞാനത് മൂടി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ചാരമൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്, വെണ്ണീര്. ഇപ്പോൾ എന്താ ചെയ്യാമെന്നറിയോ, ആ ഒരു തെങ്ങ് അവിടെ മുറിച്ചിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടാണ് തീയിടുക. അത് എനിക്ക് തെങ്ങിൻ്റെ ഭാഗത്ത് ഞാൻ വിചാരിക്കും നല്ലൊരു കുഴി പോലത്തെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് തീ അങ്ങിടും. പിന്നെ നമ്മുടെ വീട് കണ്ടിട്ടുണ്ടാവുമല്ലോ, അടുത്തടുത്താണ് വീടുള്ളത്. അപ്പോൾ കലേച്ചിക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ആ ഷീറ്റ് ഞാൻ അങ്ങനെ വെച്ചതാണ്, കാരണം ആ മതിൽ അവരുടേതാണ്. അപ്പോൾ അതിനിങ്ങനെ ചൂട് തട്ടണ്ടെന്ന് വെച്ചിട്ട് ഷീറ്റ് ഇട്ടുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു തവരയുണ്ട് കേട്ടോ, അവിടെ തവര ഇത് ഞങ്ങൾക്ക് ഇവിടെ വടകര ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ അമ്മ തന്നതാണ്, ഒരു ചെറിയ തൈയായിരുന്നു. ഞാനത് അവിടെ നട്ട് പൊടിപ്പിച്ചു. മഴ പെയ്തതുകൊണ്ട് നന്നായിട്ടത് ശരിയായിട്ടുണ്ട്. ഇതിപ്പം പൂത്ത് കായ് വരുന്നുണ്ട്.
ആ വിത്തങ്ങ് അവിടെ വന്നിട്ട് നന്നായിട്ട് തവര കിളുത്ത് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് ചെയ്തു വെച്ചതാ. ഇപ്പം ഞാൻ ഈ ഒരു വർഷം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവിടെയൊക്കെ വിത്ത് വീണ ഒരുപാട് തവര തൈ നമുക്ക് ഉണ്ടാവുമല്ലോ. അവിടെ 2-3 ചാക്കിലാക്കിയിട്ട് മണ്ണ് നിറച്ചതായിട്ടോ. അത് ചെടി നടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെ നിറച്ച് വെച്ചാൽ ആ സമയത്ത് എളുപ്പമാവുമല്ലോ. പക്ഷേ കുറേ ദിവസമായി അതിങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇനിയിപ്പം പുതിയതൊക്കെ കിളിർത്ത് വരണ്ടേ, അപ്പോൾ വീണ്ടും ഒന്നും കൂടെ കൊത്തിയിട്ട് കണ്ടം കളച്ചിട്ട് അവിടുന്ന് മണ്ണ് നമ്മളിപ്പോൾ എടുത്തു വെച്ച മണ്ണില്ലേ അത് തന്നെ എടുക്കാമല്ലോ. അതുകൊണ്ട് അത് തിരിച്ച് അങ്ങോട്ട് തന്നെ അങ്ങ് ഇട്ടതാണ്. അല്ലാണ്ട് ഇങ്ങനെ ചാക്കിലിങ്ങനെ മണ്ണ് കാണുമ്പോൾ ഭയങ്കര ബോറ്. കുറേ ദിവസമായി ഇത് ചെയ്യണം എന്ന് വിചാരിച്ചത്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് പലകയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് എടുത്തു മാറ്റി നന്നായിട്ട് അവിടെയും കൂടെ അങ്ങ് അടിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തീടുന്ന ആ ഒരു തെങ്ങിൻ്റെ ഒരു ചെറിയൊരു കുഴി അവിടെ വെച്ചിട്ടങ്ങ് തീയിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അതങ്ങ് വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം ഒരു മഴ പെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. ആ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള പുല്ലല്ലോ ഇല്ലേ, മാക്സിമം ഞാൻ വേരോടെ തന്നെ അങ്ങ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് മേലത്തെ ഭാഗം മാത്രം അങ്ങ് പൊരിച്ചതല്ല, കാരണം പെട്ടെന്ന് തന്നെ അങ്ങ് കിളിർക്കുമല്ലോ. എന്നാലും വേരോടെ എടുത്താലും ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തവരൊക്കെ നനയ്ക്കുമ്പോൾ നനവ് തട്ടിയാൽ തന്നെ പിന്നെയും പുല്ലൊക്കെ വരും. പിന്നെ എപ്പോഴും ആ ഭാഗത്തൊക്കെ അടിച്ചു വാരിക്കഴിഞ്ഞാൽ നല്ല പറമ്പ് നല്ല ഉറപ്പായിട്ട് പുല്ലില്ലാണ്ട് വരും. പക്ഷെ അധികം അങ്ങനെ ആ ഭാഗത്തൊന്നും അടിച്ചു വാരാറുമില്ല. അതെല്ലാം നേരം പോലെ കേട്ടോ, ഞാൻ അങ്ങനെയാണ് ചെയ്യല്. ചില സമയത്ത് ഉണ്ടാവും പറമ്പും മുറ്റവും എല്ലാം ഒരുമിച്ച് അങ്ങ് അടിച്ചു വാരും. ചില നേരത്ത് മുറ്റത്ത് മാത്രം അങ്ങ് അടിച്ചു വാരിയിട്ട് പെട്ടെന്ന് ഓടിയിട്ട് അടിച്ചു വാരില്ലേ, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങ് വരുന്ന ദിവസങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കവറിൽ പേപ്പറാണ്, അല്ലാണ്ട് പ്ലാസ്റ്റിക് തീടാറില്ല. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ടങ്ങ് തീരട്ടെ. ഇതിപ്പം ആ പണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തീടുന്ന പരിപാടി ഇവിടെ ഒരു സ്ഥിര ശീലമായിട്ടാണ് ഉള്ളത്. കണ്ടോ, പറമ്പ് ബാക്ക് വശം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മതിലൊന്നും അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇനിയിപ്പോൾ വൃത്തിയില്ലാത്ത സ്ഥലമാണെന്നൊന്നും ആർക്കും തോന്നുകയില്ല. പിന്നെ കൊതുകും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം ഇങ്ങനെ പച്ചപ്പ് ഉണ്ടാകുമ്പോഴല്ലേ സന്ധ്യ നേരത്തൊക്കെ കൊതുകൊക്കെ ഉണ്ടാവുക. അപ്പോൾ പിറകു വശമൊക്കെ ഉദ്ദേശിച്ച രീതിയിൽ സെറ്റായിട്ടുണ്ട്. ആ ഷീറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വൃത്തി നമുക്ക് തോന്നും. പക്ഷേ അതൊന്നും ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അതെല്ലാം അങ്ങനെ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഞാൻ രാവിലെ പറഞ്ഞിരുന്നില്ലേ കുറച്ച് അലക്കാൻ ഇട്ടിട്ടുണ്ടെന്ന്, അതൊക്കെ അങ്ങ് ആറിയിട്ടതിന് ശേഷം കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. ആ പണിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി 4-4:30 മണി വരെ ഞാനിപ്പോൾ ഫ്രീ ആണ്. അതിൻ്റെ ഇടയിൽ നോക്കട്ടെ, എനിക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് വേണമെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ആ മണിക്കൊഴുക്കട്ടെ കുറച്ച് ബാക്കിയുണ്ട്, എനിക്കത് മാത്രം മതി. പിന്നെ നമ്മുടെ ആ ഒരു പയറും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് കുളിയൊക്കെ കഴിഞ്ഞ് തുണികൾ ഒക്കെ മടക്കിയും വെച്ച് ഫുഡും കഴിച്ച് ഞാൻ നന്നായിട്ടങ്ങ് റെസ്റ്റ് എടുത്തു. ഇങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ദിവസം നീങ്ങിയത്. അതായത് ഞാൻ വിചാരിച്ച ആ ക്ലീനിങ് മെയിനായിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള വർക്കാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ നല്ല റിലാക്സ് ആയിട്ടാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ പണികൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് അകത്തെ ഒരു പൊടിമുട്ടലോ അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കലോ ബാത്റൂം കഴുകലോ അങ്ങനത്തെ പണിയൊന്നുമില്ല. പിന്നെ അടുക്കളയിൽ കുറേ സമയം നിന്നിട്ടില്ല. ഇങ്ങനെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് മെയിനായിട്ടുള്ള, അതായത് ഇപ്പം മാസത്തിലോ 2 മാസം കൂടുമ്പോഴല്ലേ നമ്മളിപ്പോൾ പുറകിലെ പുല്ലൊക്കെ ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കുമോ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു പണിയെല്ലാം കുറച്ചാൽ മതിയെന്നേ. അല്ലാതെ നമ്മളിപ്പോൾ റോബോട്ട് എങ്ങാനാണോ എല്ലാ പണിയും എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുന്നത് പോലെ ഏതൊക്കെയാണോ വേണ്ടത് അത് മാത്രം ചെയ്തിട്ട് ബാക്കിയുള്ള സമയങ്ങളൊക്കെ കൂളായിട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള സന്തോഷത്തിൽ ഓരോ ദിവസവും നമുക്കങ്ങ് മുന്നോട്ട് നീങ്ങാമെന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോലെ അഭിപ്രായങ്ങളും പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്